ജില്ലയിൽ പെരുമഴ തുടരും. 17 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് മദ്രസ കെട്ടിടം തകർന്നു വീണു. വേലൂരിൽ കിണറിടിഞ്ഞു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. മനക്കൊടി പുള്ള് കോടഞ്ഞൂർ റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. ജില്ലയിലെ തീരദേശ മേഖല ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. എടക്കഴിയൂരിൽ 20ഓളം വീടുകളിൽ വെള്ളം കയറി. കാട്ടൂർ, ചെമ്പൻപാൽ, മുനയം, ഇട്ടിക്കുന്ന് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. മഴ കനത്തതോടെ മറ്റത്തൂരിലെ വാഴ കർഷകർ ദുരിതത്തിൽ. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത നേന്ത്രവാഴകൾ വെള്ളത്തിൽ. വാൽപ്പാറയിൽ കാട്ടാനക്കൂട്ടം പലചരക്ക് കടയും കാറും തകർത്തു. കടയുടെ മുൻഭാഗം പൊളിച്ചിട്ട കാട്ടാനകൾ അരിയും പഞ്ചസാരയും തിന്നു തീർത്തു. ഗുരുവായൂർ കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വൈദ്യുതിയില്ലാതെ രജിസ്ട്രേഷൻ തടസ്സപ്പെടുന്നത് പതിവാകുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ അനാസ്ഥയിൽ നട്ടം തിരിഞ്ഞ് പൊതുജനം. നമസ്കാരം. വാർത്തകൾ വിശദമായി. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ 5 താലൂക്കുകളിലായി 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 54 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ ജില്ലയിൽ 58.33 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. 17 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. PWD റോഡുകൾ തകർന്ന് 85,70,000 രൂപയുടെയും KSEBക്ക് 32 ലക്ഷത്തോളം രൂപയുടെയും നഷ്ടമുണ്ടായതായി അധികൃതർ അറിയിച്ചു. ജില്ലയിൽ നിലവിൽ പെരിങ്ങൽകുത്ത്, പൂമല, അസുരൻകുണ്ട് ഡാമുകൾ തുറന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് മദ്രസ കെട്ടിടം തകർന്നു വീണു. കട്ടൻ ബസാർ ജലാലിയ മസ്ജിദിന് കീഴിലുള്ള മുയീസുന്ന മദ്രസയാണ് തകർന്നത്. മദ്രസ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ ഭിത്തിയിലും തൂണുകളിലും വിള്ളൽ വീണിട്ടുണ്ട്. തകർന്ന കെട്ടിടം സമീപത്തെ മസ്ജിദിലേക്ക് ചരിഞ്ഞ നിലയിലാണ്. സാധാരണ ദിവസങ്ങളിൽ 130ഓളം വിദ്യാർത്ഥികളും 3 അധ്യാപകരും മദ്രസയിൽ ഉണ്ടാകാറുണ്ട്. മഴ മൂലം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മദ്രസയ്ക്ക് അവധി നൽകിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. മഴ കാരണം മദ്രസക്ക് അവധിയായിരുന്നു. ഇന്ന് വൈകിട്ട് അസ്രസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ പോയ സമയത്ത് ഈ മദ്രസ വലിയൊരു ശബ്ദം കേട്ട് ആൾക്കാർ നോക്കിയപ്പോൾ നീട്ടിഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടു. വലിയൊരു ദുരന്തമാണ് നമുക്ക് ഒഴിവായി കിട്ടിയത്. കാരണം മുഹറത്തിൻ്റെയും അതുപോലെ തന്നെ ഈ തോരാത്ത മഴ കാരണം മദ്രസ 3 ദിവസമായിട്ട് അവധിയായിരുന്നു. അല്ലെങ്കിൽ 125ഓളം കുട്ടികൾ 3 അധ്യാപകരൊക്കെ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുള്ളത്. കൊടകര അഴകത്ത് വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു. അഴകം സുരഭി നിവാസിൽ റാവുവിന്റെ വീട്ടുമുറ്റത്ത് കിണറാണ് ആൽമറയടക്കം ഇടിഞ്ഞു താഴ്ന്നത്. കിണറിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന മോട്ടോർ പമ്പും മണ്ണിനടിയിലായി. മനക്കൊടി പുള്ള്, മനക്കൊടി കോടഞ്ഞൂർ റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. അന്തിക്കാട് പോലീസ്, അരിമ്പൂർ പഞ്ചായത്ത് അധികൃതർ, PWD ചേർപ്പ് സെക്ഷൻ അധികൃതർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഗതാഗതം നിരോധിച്ച് റോഡ് അടച്ചുകെട്ടിയത്. രാവിലെ വെള്ളം കൂടുതൽ ഉയർന്നതിനെ തുടർന്ന് ഇതിലൂടെയുള്ള യാത്ര അപകട ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് ഗതാഗതം നിരോധിച്ചത്. ചാഴൂർ, താന്യം, കാട്ടൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിന്ന് ജില്ലാ ആസ്ഥാനവുമായി ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. വാരിയം പടവിനോട് ചേർന്നുള്ള റോഡ് 1/2 മീറ്റർ ഉയർത്തി പുനർനിർമ്മിക്കണമെന്ന് വർഷങ്ങളായുള്ള ആവശ്യം ഇനിയും പരിഹരിക്കാത്തതാണ് ഈ മേഖലയിൽ വെള്ളക്കെട്ടും ഗതാഗത സ്തംഭനവും തുടർക്കഥയാകുന്നത്. അതേസമയം തൃപ്രയാർ, അമ്മാടം, തൃശൂർ റോഡിൽ പള്ളിപ്പുറം ഭാഗത്തും റോഡിൽ വെള്ളം കയറി തുടങ്ങി. മഴ ശക്തമാകുന്ന പക്ഷം 2 ദിവസത്തിനകം ഈ റോഡും അടയ്ക്കേണ്ടി വരുമെന്ന ആശങ്കയുണ്ട്. ശക്തമായ മഴയിൽ മുല്ലശ്ശേരി പഞ്ചായത്തിൽ 2 വീടുകൾ തകർന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് 2-ാം വാർഡിൽ കോട്ടപ്പാടത്ത് ഉപ്പത്തിൽ അശോകന്റെ ഓടിട്ട വീടാണ് തകർന്നത്. കനത്ത മഴയിൽ വീടിന്റെ പുറം ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പെരുവല്ലൂർ കണ്ണേങ്ങാത്ത് മാണിക്കത്ത് വേണുവിന്റെ വീടും മഴയിൽ തകർന്നു. ഓടിട്ട വീടിന്റെ അടുക്കള ഭാഗം മുഴുവൻ തകർന്ന നിലയിലാണ്. 2-ാം വാർഡംഗം TG പ്രവീൺ തകർന്ന 2 വീടുകൾ സന്ദർശിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും പാവറട്ടി മനപ്പടി കൃഷിഭവന് സമീപം മരം വീണ് വീട് ഭാഗികമായി തകർന്നു. അപ്പനാത്ത് ആനന്ദന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. പഞ്ചായത്ത് ഓഫീസ് അധികൃതരും വില്ലേജ് അധികാരികളും സ്ഥലത്തെത്തിയിരുന്നു.
ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനപാത ചങ്ങരംകുളം കോലിക്കരയിൽ റോഡിലേക്ക് മരം വീണു. റോഡരികിൽ നിന്നിരുന്ന അക്കേഷ്യ മരമാണ് ശക്തമായ കാറ്റിൽ കടപുഴകി വീണത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ അപകട സമയത്ത് വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. നാട്ടുകാർ ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ശക്തമായ മഴയിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ നന്ദിക്കര മീൻകുഴിപ്പാടം പ്രദേശത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് അതിഥി തൊഴിലാളികളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ 4 കുടുംബങ്ങളിലുള്ള 14 അതിഥി തൊഴിലാളികളാണ് ഉള്ളത്. പഞ്ചായത്തിലെ തൊട്ടിപ്പാൽ സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ 17 പേരുണ്ട്. അതേസമയം പന്തല്ലൂർ സ്കൂളിലെ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ വീടുകളിലേക്ക് മടങ്ങിയതോടെ ക്യാമ്പ് അവസാനിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. അനൂപിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മഴ ശക്തമായാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികളോട് ക്യാമ്പുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. അനൂപ് അറിയിച്ചു. വേലൂരിൽ കിണർ ഇടിഞ്ഞു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. തലക്കോടൻ വീട്ടിൽ ബ്രിട്ടാസിനാണ് പരിക്ക് പറ്റിയത്. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിന് സമീപം വെള്ളയിടത്ത് കൃഷ്ണൻകുട്ടിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞത്. കിണറിനടിയിൽ നിന്ന് മണ്ണിടിയുന്ന ശബ്ദം കേട്ടെത്തിയ അയൽവാസിയായ ബ്രിട്ടാസ് വയോധികനായ കൃഷ്ണൻകുട്ടിയെ അന്വേഷിക്കുന്നതിനിടയിലാണ് ചുറ്റുമതിൽ ഇടിഞ്ഞ് കിണറ്റിലേക്ക് പതിച്ചത്. ഇതോടൊപ്പം ബ്രിട്ടാസും കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ബ്രിട്ടാസിനെ രക്ഷപ്പെടുത്തി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിസ്സാര പരിക്കേറ്റ ബ്രിട്ടാസ് അപകടനില തരണം ചെയ്തു. ശക്തമായ മഴയിൽ ചാവക്കാട് മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. ചാവക്കാട് തേക്കഞ്ചേരി, വഞ്ചിക്കടവ്, പുന്ന, തിരുവത്ര, എടക്കഴിയൂർ, തെക്കേ മദ്രസ, ബീച്ച്, കടപ്പുറം, കറുകമാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. എടക്കഴിയൂർ ഫിഷറീസ് നഗറിലെ 20ഓളം വീടുകളിൽ വെള്ളം കയറി. പല വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ടായതിനാൽ ആളുകൾക്ക് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയായി. മഴ തുടർന്നാൽ ചാവക്കാട് വഞ്ചിക്കടവ് ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഏർപ്പെടുത്തിയതായി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു. ഒരാഴ്ചയോളമായി മഴ പെയ്ത് വെള്ളം നിൽക്കുന്നു. ചെറിയ 2 കുട്ടികളുണ്ട്. സ്കൂളിൽ പോണ പ്രായമാണ്. ഒരു നിരക്കും വെള്ളം പോണില്ല. അടുക്കളയിൽ പോലും ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തിന്നാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. കാട്ടൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ചെമ്പൻചാൽ, മുനയം, ഇട്ടിക്കുന്ന്, മാവുംവളവ്, മധുരംപിള്ളി, മാങ്കുറ്റിത്തറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. ഇവിടെയുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറിയ അവസ്ഥയിലാണ്. പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറി. 6 കുടുംബങ്ങളെ കരാഞ്ചിറ സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കൺട്രോൾ റൂം അടക്കമുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ലത പറഞ്ഞു. എങ്ങണ്ടിയൂർ ഏത്തായിയിൽ കനത്ത വെള്ളക്കെട്ടിൽ നിരവധി വീട്ടുകാർ ദുരിതത്തിൽ. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് എം.ഐ. മിഷൻ ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ കൽവർട്ട് അടച്ചുപൂട്ടിയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ ഇടയാക്കിയത്. ഏത്തായി സെന്ററിന് സമീപം പറപ്പറമ്പിൽ ഹരീഷ്, മഹേഷ്, മനോജ് എന്നിവരുടെ വീടിന്റെ പരിസരത്താണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. 4 ദിവസത്തിലേറെയായി വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം രൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. സമീപത്തെ LP സ്കൂളും പരിസരവും വെള്ളക്കെട്ടിലായി. കനത്ത മഴയിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ ഇഞ്ചക്കുണ്ടിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഇഞ്ചക്കുണ്ട് നീണ്ടുതലയ്ക്കൽ ജസ്റ്റിന്റെ വീട്ടുകിണറാണ് ആൾമറയടക്കം ഇടിഞ്ഞു താഴ്ന്നത്. അളഗപ്പ നഗർ പയ്യാക്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. പയ്യാക്കര മാപ്രാണി ജോയിയുടെ ഓടിട്ട വീടാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. വീടിന്റെ അടുക്കള വശം പൂർണ്ണമായും നിലംപൊത്തി. ജോയിയും ഭാര്യയും 2 മക്കളുമാണ് വീട്ടിൽ താമസം. അപകട സമയത്ത് ജോയിയുടെ മകൻ വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാലപ്പഴക്കമുള്ള വീടിന്റെ ചുമരും വീണ നിലയിലാണ്. ആമ്പല്ലൂർ വില്ലേജ് ഉദ്യോഗസ്ഥരും അളഗപ്പ നഗർ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. വാർഡ് മെമ്പർ ജിജോ ജോണിന്റെ നേതൃത്വത്തിൽ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ശക്തമായ മഴയിൽ വടക്കാഞ്ചേരി എങ്കക്കാട് വീട് തകർന്നു വീണു. ആലക്കൽ പാറുവിന്റെ വീടാണ് തകർന്നത്. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവ സമയത്ത് 85-കാരിയായ പാറുവും മകൻ ബാലനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഓടിട്ട വീടിന്റെ ചുമരുകൾ ഇടിഞ്ഞ് മേൽക്കൂര തകരുന്നതിനിടെ ബാലൻ പാറുവിനെ വലിച്ച് പുറത്തേക്കെത്തിച്ചതിനാൽ അപകടം ഒഴിവായി.
എങ്കക്കാട് വില്ലേജ് ഓഫീസർ, വാർഡ് കൌൺസിലർ ഷീല മുരളി തുടങ്ങിയവർ സ്ഥലത്തെത്തി. താമസയോഗ്യമല്ലാത്ത വീട്ടിൽ നിന്ന് വീട്ടുകാരെ മാറ്റി. എടത്തിരുത്തി ചന്ദ്രാപിന്നി ഈസ്റ്റ് കോഴിത്തുമ്പിൽ കനോലി കനാൽ കരകവിഞ്ഞു 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. താഴ്ന്ന പ്രദേശമായ കോഴിത്തുമ്പ് ഭാഗത്താണ് കനാൽ കരകവിഞ്ഞ് വെള്ളം പറമ്പിലേക്ക് ഒഴുകിയത്. പുഴയിൽ 2 അടിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട്. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത്. കനോലി കനാലിന്റെ മറ്റു ഭാഗങ്ങളിലും വെള്ളം ഉയർന്നിട്ടുണ്ട്. പൊരിങ്ങൽകുത്ത് ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് കുറച്ചെങ്കിലും ജലവിധാനം താഴാതെ ചാലക്കുടി പുഴ. ആറങ്ങാലി കടവിൽ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ മീറ്റർ പ്രകാരം വ്യാഴാഴ്ച വൈകിട്ട് പുഴയിലെ വെള്ളത്തിന്റെ അളവ് 5 മീറ്ററാണ്. ബുധനാഴ്ച ഇത് 3.5 മീറ്റർ ആയിരുന്നു. കനത്ത മഴയെ തുടർന്ന് ഡാമിലെ 5 ഷട്ടറുകൾ 10 അടി വീതം തുറന്നിരുന്നുവെങ്കിലും ഇപ്പോൾ 3 ഷട്ടറുകളിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് പകുതിയാക്കി കുറച്ചു. ഡാമിന് താഴെ ഇടവിട്ട് മഴ പെയ്യുന്നതും നീരൊഴുക്കുമാണ് പുഴയിലെ വെള്ളം താഴാതെ നിൽക്കുന്നതിന് കാരണം. പെരിങ്ങൽകുത്ത് ഡാമിലെ വെള്ളത്തിന്റെ അളവ് നിലവിൽ 423.2 മീറ്ററാണ്. ചാവക്കാട് ദേശീയപാതയിലെ കാനയിൽ നിന്നുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മൂലം പ്രതിസന്ധിയിലായി 10ഓളം കുടുംബങ്ങൾ. തിരുവത്ര അത്താണിയിലെ 10ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. വെള്ളം കുത്തിയൊഴുകി ഇവരുടെ വീടുകളിലേക്കുള്ള വഴി സഞ്ചാരയോഗ്യമല്ലാതായി. വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കുമൂലം വീട്ടുമതിൽ ഇടിഞ്ഞു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വാർഡ് കൌൺസിലർ പ്രിയ മനോഹരൻ, മുൻ വാർഡ് കൌൺസിലർ KH സലാം തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോഴും ഇല്ലിക്കൽ റെഗുലേറ്റർ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താതെ അധികൃതർ. മൂർക്കനാട് കാറളം പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി തുടങ്ങി. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ 50 വർഷത്തിലധികം പഴക്കമുള്ള മൂർക്കനാട് എട്ടുമന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇല്ലിക്കൽ റെഗുലേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ആകെ 15 ഷട്ടറുകളുള്ള റെഗുലേറ്ററിൽ കാലപ്പഴക്കം മൂലം 3 ഷട്ടറുകൾ തകരാറിലാണ്. പുഴയിൽ വെള്ളമുയർന്നു തുടങ്ങിയിട്ട് പോലും 8 ഷട്ടറുകൾ മാത്രമാണ് അധികൃതർ ഉയർത്തിയിട്ടുള്ളത്. മറ്റ് ഷട്ടറുകളുടെ മുകളിലൂടെ വെള്ളം പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. യഥാസമയം ഷട്ടറുകൾ തുറന്നിടാത്ത അധികൃതരുടെ അനാസ്ഥ മൂലം മൂർക്കനാട് കാർളം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാം അടക്കം തുറന്നാൽ പുഴയിലേക്ക് കൂടുതൽ വെള്ളം എത്തിച്ചേരാൻ ഇടയുണ്ടെന്നും എത്രയും വേഗം മുഴുവൻ ഷട്ടറുകളും തുറക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് സെക്രട്ടറി KK അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം രൂക്ഷമാവുന്ന മുന്നേ തന്നെ ഇവരെ ഷട്ടറുകൾ വരിക്കാത്തതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ. കാരണം ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടുത്തെ MLA അല്ലെങ്കിൽ വാർഡ് കൗൺസിലറോ ഇതിനാരും ഇതിനെ ഉത്സാഹിച്ചിട്ടില്ല. പുഴയിൽ വെള്ളം വർദ്ധിച്ചപ്പോൾ പുഴയുടെ ഓരങ്ങളിലുള്ള വീടുകളിലേക്ക് മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. ഇത്രയും വലിയ അപകടം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ മന്ത്രിയോ ഇവിടുത്തെ വാർഡ് കൗൺസിലറോ ഒന്നും തന്നെ യാതൊരു പ്രവർത്തനം മുന്നോട്ട് നടത്തി. 8ഓളം ഷട്ടറുകൾ തുറന്നിട്ടുണ്ടെന്നും വെള്ളം ഒഴുകി പോകുന്നുണ്ടെന്നും ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ നവീകരണ പദ്ധതി നബാർഡുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിനായി സ്ഥലം MLAയും മന്ത്രിയുമായ ഡോക്ടർ R ബിന്ദുവുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും വാർഡ് കൌൺസിലർ നസീമ കുഞ്ഞുമോൻ വ്യക്തമാക്കി. 2-3 ഷട്ടർ നമുക്ക് കേടുണ്ട്. അത് കേടുപാടുകളിൽ നിർത്താനുള്ള നടപടി എന്തായാലും ഇപ്പം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ചെയിൻ ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് വേണം അത് ഉയർത്താനായിട്ട്. ആ നടപടി ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് ബിന്ദു ടീച്ചറായിട്ട് ഞാൻ രാവിലെ തന്നെ സംസാരിച്ചിരുന്നു. ബിന്ദു ടീച്ചർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നബാർഡിൻ്റെ അടുത്ത് ഇതിൻ്റെ പ്രോജക്റ്റ് ഉണ്ട്, അത് ടീച്ചർ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കരുവന്നൂർ പുഴയോരത്തുള്ള കാർളം പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കാർളം AUP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ 6 കുടുംബങ്ങളിൽ നിന്നായി 16ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാർളം 2ാം വാർഡ് പുഴമ്പള്ളം മേഖലയിലും 1ാം വാർഡ് ചെങ്ങാനിപ്പാടം മേഖലയിലുമാണ് വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത്. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. മുള്ളൂർക്കര ആറ്റൂർ അസുരൻകുണ്ട് ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീണ്ടും ഷട്ടറുകൾ ഉയർത്തി. ചേലക്കര ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് 3 ഷട്ടറുകൾ തുറന്നത്. 6 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴക്കെടുതിയെ തുടർന്ന് ചേർപ്പിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. ചേർപ്പ് മുത്തുള്ളിയാൽ മേഖലയിലെ 20 കുടുംബങ്ങളടക്കം 61 പേരാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. ചേർപ്പ് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. നാട്ടിക നിയോജക മണ്ഡലത്തിലെ മഴക്കെടുതി സാഹചര്യങ്ങളെ നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് CC മുകുന്ദൻ MLA പറഞ്ഞു.
ഇതിൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്താണെങ്കിൽ കുറച്ച് വീട്ടുകാർ ഇത്തിരി കൂടുതലുണ്ടെന്ന് മാത്രമാണ്. മറ്റുള്ളവർക്കൊക്കെ കുറേശ്ശെ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള കാര്യങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെയേറെ ശ്രദ്ധയോടെയാണ് നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിഹരിക്കുന്ന ആവശ്യമായ നിർദ്ദേശം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ചുമതല വഹിക്കേണ്ടത് നമ്മുടെ വില്ലേജ് ഓഫീസറെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ പുതിയ കളക്ടർ ഇപ്പോൾ വന്നുള്ളൂ. കളക്ടറുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കും. കൂടാതെ ഇതിന് ചുമതല വഹിക്കുന്ന തഹസിൽദാരുണ്ട്, അവരൊക്കെ നമ്മൾ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പരിഹരിക്കാൻ ഈ സർക്കാർ തയ്യാറാണ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീന അക്ബർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് തുടങ്ങിയവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റത്തൂരിലെ വെള്ളിക്കുളം വലിയ തോട്ടിലൂടെ ഒഴുകിപ്പോകുന്നത് മഴവെള്ളം മാത്രമല്ല, വാഴ കർഷകരുടെ കണ്ണീരും കൂടിയാണ്. വലിയ തോടിനോട് ചേർന്നുള്ള തോട്ടങ്ങളിൽ ഏറെ പ്രതീക്ഷകളോടെ നട്ടുനനച്ച് പരിപാലിച്ച വാഴകൾ ദിവസങ്ങളായി വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതാണ് തോരാമഴയിൽ കർഷകരുടെ കണ്ണീരിനിടയാക്കുന്നത്. ദിവസങ്ങളായി കനത്ത് പെയ്യുന്ന മഴയിൽ മറ്റത്തൂരിലെ പ്രധാന ജലസ്രോതസ്സായ വെള്ളിക്കുളം വലിയ തോട് കരകവിഞ്ഞൊഴുകിയതാണ് വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറാനിടയാക്കിയത്. 3 ദിവസത്തിൽ കൂടുതൽ വാഴകളുടെ ചുവട്ടിൽ വെള്ളം കെട്ടിനിന്നാൽ മഞ്ഞളിപ്പ് ബാധിച്ച് വാഴകൾ നശിച്ചു പോകുമെന്നിരിക്കെ 4 ദിവസത്തിലേറെയായി മറ്റത്തൂരിലെ വിവിധ ഭാഗങ്ങളിൽ 100 കണക്കിന് വാഴകൾ വെള്ളത്തിലാണ്. പല തോട്ടങ്ങളിലും 4 അടിയിലേറെയാണ് വെള്ളം ഉയർന്നിട്ടുള്ളത്. കടമ്പോട്, ചാഴിക്കാട്, മന്ദരപ്പിള്ളി, നൂലുവള്ളി, മൂന്നുമുറി, ചെട്ടിച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ളത്. ഇതിൽ ഞാൻ 1500 കൂടുതൽ വാഴ വെച്ചിട്ടുണ്ട്. 4 ദിവസമായി അടുപ്പിച്ചും വെള്ളം നിൽക്കണേ. ഇനി എത്ര ദിവസങ്ങൾ നിൽക്കുമെന്ന് അറിയില്ല. എങ്ങനെ പോയാലും ഒരു 5-6 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് ഇതിൽ സംഭവിക്കും. ഓണത്തിനൊക്കെ കായ കിട്ടുകയാണെങ്കിലാണ് ഇതിൽ ലാഭം ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ ഒക്കെ നശിച്ചു പോവാണ്. ചാഴിക്കാട് പ്രദേശത്ത് പാട്ടത്തിനെടുത്ത 3 ഏക്കറിൽ വാഴകൃഷി ഇറക്കിയിട്ടുള്ള മുരിക്കിങ്ങൽ താളൂപ്പാടം സ്വദേശി ആരോധ പൗലോസിന് കനത്ത നഷ്ടമാണ് വെള്ളക്കെട്ട് വരുത്തിയിട്ടുള്ളത്. 1500-ലേറെ വാഴകളുള്ള പൗലോസിന്റെ തോട്ടത്തിലെ ഒട്ടുമിക്ക വാഴകളും കഴിഞ്ഞ 4 ദിവസമായി വെള്ളക്കെട്ടിലാണ്. സമീപത്തുകൂടി ഒഴുകുന്ന വലിയ തോട് കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് പൗലോസിന്റെ വാഴത്തോട്ടം മുങ്ങിയത്. ഇപ്പം ഇത്രയും കാശ് ഞാൻ കടം മേടിച്ചും പലിശക്കെടുത്തും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ ഇനി എങ്ങനെ വീട്ടുമെന്ന് എനിക്കറിയില്ല. ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ കിട്ടില്ലേതൊന്നും അറിയില്ല. അതാ അവസ്ഥയാണ്. ബാങ്ക് വായ്പയെടുത്തും വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിയുമാണ് പൗലോസ് നേന്ത്രൻ, ഞാലിപ്പൂവൻ എന്നീ ഇനങ്ങളിലുള്ള വാഴകൾ കൃഷി ചെയ്തത്. ഓണത്തിന് മികച്ച വില കിട്ടുമെന്ന പ്രതീക്ഷയിൽ വാഴകളെ പരിപാലിച്ചു പോന്ന പൗലോസ് വെള്ളം കയറിയ കൃഷി നാശം നേരിട്ടതോടെ തികഞ്ഞ നിരാശയിലാണ്. വായ്പ തിരിച്ചടയ്ക്കാൻ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കർഷകൻ. കടമ്പോട് പ്രദേശത്ത് വാഴകൃഷി ചെയ്യുന്ന അധികാരത്ത് ശിവനും കടുത്ത നിരാശയിലാണ്. വലിയ തോടിന് സമീപത്തെ ശിവന്റെ കൃഷിയിടത്തിലുള്ള 800ഓളം നേന്ത്രവാഴകളാണ് ദിവസങ്ങളായി വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത്. ഈ വർഷത്തെ മഴയിൽ എൻ്റെ ഒരു 10-800ഓളം വാഴ ഒരു 3-4 ദിവസത്തോളമായി ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കണം. ഒരു പ്രാവശ്യം വെള്ളം മുന്നേ വന്ന് കയറിപ്പോയതായിരുന്നു. അതിനുശേഷം വാഴ പിണ്ടിയൊക്കെ പഴുത്ത് നാശമായിട്ട് നിൽക്കണം. അതിൻ്റെ ഉള്ളിൽ പാതിയെ വെള്ളം കയറിയേക്കാണ്. ഇനി ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങാണ്ട് തുടർന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മാടൊക്കെ ചീഞ്ഞ് വാഴ ഇടിഞ്ഞു വീഴാണ് ഇപ്പോൾ. മറ്റത്തൂർ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് മൂലം വാഴകൃഷി നാശത്തിന്റെ വക്കിലാണ്. ഇരുണ്ട ആകാശവും കോരിച്ചൊരിയുന്ന മഴയും വാഴ കർഷകരുടെ മനസ്സിൽ നിരാശ നിറയ്ക്കുകയാണ്. വേനൽക്കാലത്തെ കഠിനമായ ചൂടുമൂലം നേന്ത്രക്കുലകൾക്കുണ്ടായ ഗണ്യമായ തൂക്കക്കുറവിൽ നിരാശയിൽ കഴിയുന്ന വാഴ കർഷകർക്ക് വെള്ളക്കെട്ടും മഴക്കെടുതികളും കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ്. TCV ന്യൂസ്, കൊടകര. വാൽപ്പാറയിൽ ആനക്കൂട്ടം പലചരക്ക് കടയും കാറും തകർത്തു. വില്ലോനി എസ്റ്റേറ്റിലെ ഭാസ്കർ എന്നയാളുടെ കടയാണ് വ്യാഴാഴ്ച പുലർച്ചെ 7 ആനകളെത്തി തകർത്തത്. മുൻഭാഗം പൊളിച്ചിട്ട കാട്ടാനകൾ കടയിലുണ്ടായിരുന്ന അരിയും പഞ്ചസാരയും തിന്നു തീർത്തു. കടയുടെ സമീപം നിർത്തിയിട്ടിരുന്ന ഭാസ്കറിന്റെ കാറും തകർത്തു. മാസങ്ങൾക്ക് ശേഷമാണ് വാൽപ്പാറയിൽ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഗുരുവായൂർ കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വൈദ്യുതിയില്ലാതെ രജിസ്ട്രേഷൻ തടസ്സപ്പെടുന്നത് പതിവാകുന്നു. ഗുരുവായൂർ കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വൈദ്യുതിയില്ലാതെ രജിസ്ട്രേഷൻ തടസ്സപ്പെടുന്നത് പതിവാകുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ അനാസ്ഥയിൽ നട്ടം തിരിയുകയാണ് പൊതുജനം. ജില്ലയിലെ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടക്കുന്ന ഓഫീസുകളിലൊന്നാണ് കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസ്. എന്നാൽ വൈദ്യുതിയില്ലെങ്കിൽ ഓഫീസ് ഇരുട്ടിലാണ്. ഇൻവെർട്ടർ ഉണ്ടെങ്കിലും 1 വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല.
ഇതുമൂലം വൈദ്യുതിയില്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നടത്താനാകാത്ത സ്ഥിതിയാണ്. കോട്ടപ്പടി മേഖലയിൽ പലപ്പോഴും രാവിലെ വൈദ്യുതി പോയാൽ വൈകിട്ടാണ് വരാറ്. ഇത്തരം ദിവസങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഇടപാടുകളും നടക്കാറില്ല. ജില്ലയിലെ 12 സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഇതേ അവസ്ഥയാണ്. ഇൻവെർട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ബാറ്ററിക്കും അനുബന്ധ പ്രവൃത്തികൾക്കുമായുള്ള 80,000 രൂപ ചിലവാക്കണം. 1 വർഷത്തോളമായി രജിസ്ട്രേഷൻ വകുപ്പ് ഇതിന് തയ്യാറായിട്ടില്ല. ബാറ്ററി മാറ്റി നൽകുന്ന കരാർ കമ്പനിയുമായുള്ള തർക്കമാണ് ഇതിന് കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം. ഇത്തരം ദുരവസ്ഥ അനുഭവിച്ചറിഞ്ഞ ഗുരുവായൂരിലെ സന്നദ്ധ സംഘടനകളും വ്യക്തികളും ബാറ്ററി വാങ്ങി നൽകാൻ തയ്യാറാണ്. എന്നാൽ സ്വീകരിക്കാൻ വകുപ്പില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വ്യാഴാഴ്ച രജിസ്ട്രേഷന് വന്ന 20ഓളം പേർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. വസ്തു രജിസ്റ്റർ ചെയ്യാനായി വിദേശത്തു നിന്നും ഇതര സംസ്ഥാനത്തു നിന്നും അടക്കമുള്ളവർക്കാണ് മടങ്ങിപ്പോകേണ്ടി വന്നത്. ഇന്ന് രജിസ്ട്രേഷൻ നടത്തി നാളെ രാവിലെ 10 മണിക്ക് തിരിച്ചു പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് ബംഗളൂരുവിൽ നിന്നെത്തിയ സൗദാമിനി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇതിപ്പോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കറണ്ടില്ലാത്ത കാര്യം പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് നാളെ തിരിച്ചു പോകാൻ വേണമെങ്കിൽ കാലത്താണ് ട്രെയിനുള്ളത്. ഞാൻ എന്താ ചെയ്യുക? ഇത് വളരെ വിഷമമുണ്ട്. ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയിൽ ദുരിതം പേറേണ്ടി വരുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാന ഖജനാവിലെ റവന്യൂ വരുമാന സ്രോതസ്സിലെ സിംഹഭാഗവും രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നാണ്. എന്നിട്ടും പൊതുജനങ്ങളെ വലയ്ക്കുന്ന ഇത്തരം അവസ്ഥകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. TCV ഗുരുവായൂർ. പാഴ്പുല്ലും ചെടികളും നിറഞ്ഞ് കാട് പിടിച്ചു കിടന്നിരുന്ന കലുങ്ക് ഒടുവിൽ വൃത്തിയാക്കി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. പഴഞ്ഞി ജെറുസലേം അടയ്ക്ക മാർക്കറ്റ് റോഡരികിലെ കലുങ്കാണ് പാഴ്പുല്ലുകൾ നിറഞ്ഞ് അടഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്നത്. കലുങ്കിലൂടെ വെള്ളമൊഴുകി പോകാതെ അടഞ്ഞുകിടക്കുന്നത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അടയ്ക്ക മാർക്കറ്റ് ഭാഗത്തുനിന്നും ഒറ്റത്തെങ്ങ് ഭാഗത്തുനിന്നും ഒഴുകി വന്നിരുന്ന മഴവെള്ളം കാനയിലൂടെ ഒഴുകി കലുങ്കിനോട് ചേർന്നുള്ള തോട്ടിലൂടെയാണ് ഒഴുകിപ്പോയിരുന്നത്. വർഷങ്ങളായി ഈ പ്രദേശത്ത് ഈ ഭാഗത്ത് നവീകരണം നടക്കാത്തതിനാൽ കാനയും കലുങ്കും അടഞ്ഞ നിലയിലായിരുന്നു. ഇതോടെ മഴവെള്ളം മുഴുവൻ റോഡിലൂടെ പല ഭാഗത്തേക്കും ഒഴുകിയിരുന്നു. കനത്ത മഴ പെയ്യുമ്പോൾ റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമായിരുന്നു. കാട്ടകാമ്പൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോയുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾ കലുങ്കിന് സമീപത്തെ പുല്ലുകൾ വെട്ടിമാറ്റിയത്. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം മതിൽമൂല സ്വദേശി കൊതുവിൽ വീട്ടിൽ ഷബീബിനെയാണ് മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, SI MM റിജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 14-ന് പൂവത്തുംകടവ് ഫാമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് 2 വള പണയം വെച്ച് 85,103 രൂപ തട്ടിയെടുത്തത്. വീണ്ടും ഇതേ പണയത്തിൽ തന്നെ പുതുക്കിയെടുക്കാനെത്തിയപ്പോൾ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് ബാങ്ക് അധികൃതർ തിരിച്ചറിഞ്ഞത്. ബാങ്ക് മാനേജർ നൽകിയ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വീടിനുള്ളിൽ വിൽപ്പനയ്ക്കായി ചാരായം നിർമ്മിക്കുകയായിരുന്ന വയോധികനെ ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി. പരിയാരം വേളൂക്കര പുതുശ്ശേരി വീട്ടിൽ വർഗീസ് ആണ് അറസ്റ്റിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും 100 ലിറ്റർ വാഷ്, 2 ലിറ്റർ ചാരായം, ബാറ്റ് ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KN സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, EP ദിബോസ്, KP സുനിൽകുമാർ, PP ഷാജി തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള പുരസ്കാരത്തിന് ബഷീർ ഫൈസി ദേശമംഗലം അർഹനായി. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കവിതാ കലാ സാംസ്കാരിക വേദിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ക്രിയാത്മക ഇടപെടൽ, ആനുകാലിക വിഷയങ്ങളിലെ പ്രതികരണങ്ങൾ, സാമൂഹ്യ നന്മയ്ക്കും ദേശീയോദ്ഗ്രഥനത്തിനും ഉതകുന്ന എഴുത്തുകൾ എന്നിവ മുൻനിർത്തിയാണ് അവാർഡിന് തിരഞ്ഞെടുത്തത്. ഈ മാസം 23-ന് തിരുവനന്തപുരം YMCA ബ്രിട്ടീഷ് ലൈബ്രറി ഹാളിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഗുരുവായൂർ നഗരസഭയിൽ 2ാം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചക്കങ്കണ്ടം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വിപുലമാക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ചക്കങ്കണ്ടം കായലോരത്ത് മാലിന്യം കെട്ടിക്കിടക്കുന്നത് പരിഹരിക്കണമെന്ന് കൌൺസിലർ RV ഷെരീഫിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ചെയർമാൻ M കൃഷ്ണദാസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വലിയ തോട്ടിലൂടെ മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. തെരുവ് വിളക്കുകൾ കത്താത്തതുമൂലം രാത്രിയിൽ ക്ഷേത്രനഗരി ഇരുട്ടിലാണെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ചൂണ്ടിക്കാട്ടി. നഗരസഭാ ഓഫീസിന് മുന്നിലെ ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മാരക സ്റ്റേജ്
സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയെന്നും ഉദയൻ പരാതിപ്പെട്ടു. അതേസമയം സ്റ്റേജിൽ ഷട്ടർ ഘടിപ്പിച്ച് ഇതിന് പരിഹാരം കാണുമെന്ന് ചെയർമാൻ പറഞ്ഞു. കൌൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് കാലങ്ങളായി ലഭിക്കുന്നില്ലെന്ന് മുൻ ചെയർപേഴ്സൺ കൂടിയായ പ്രൊഫസർ PK ശാന്തകുമാരി പരാതിപ്പെട്ടു. നഗരസഭയുടെ വിവിധ സെക്ഷനുകളിൽ കമ്പ്യൂട്ടർ വാങ്ങുന്നതിന് 7,31,000 രൂപ അനുവദിക്കുവാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഏനാമാവ് കെട്ടുങ്ങലിൽ വാഹനമിടിച്ച് വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. കാനാണി ഏനാമാവ് റോഡിൽ വാഹന ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ഈ മേഖലയിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ഇടിച്ച വാഹനം നിർത്താതെ പോവുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വൈദ്യുതി വകുപ്പ് ജീവനക്കാരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് 67കാരന്റെ ഒറ്റയാൾ സമരം. പെരുമ്പിലാവ് സ്വദേശി മൂന്നാർ ബാബുവാണ് മരത്തിന് സമീപം മണിക്കൂറുകളോളം ഒറ്റയാൾ സമരം നടത്തിയത്. സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഏത് നിമിഷവും വീഴാറായ രീതിയിൽ പാഴ്മരം നിലകൊള്ളുന്നത്. അപകടാവസ്ഥയിലായ മരം മുറിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ബാബു പറഞ്ഞു. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു മാറ്റാതെ അധികൃതരുടെ അനാസ്ഥ. മരോട്ടിച്ചാലിൽ 2 കുടുംബങ്ങൾ വീട് വിട്ടിറങ്ങി. തൃക്കൂർ, പുത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മരോട്ടിച്ചാൽ പുളിഞ്ചോടുള്ള 2 കുടുംബങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിൽക്കുന്ന അപകടാവസ്ഥയിലായ മരങ്ങളെ ഭയന്ന് വീട് വിട്ടിറങ്ങിയത്. തൃക്കൂർ പഞ്ചായത്തിലെ 9ാം വാർഡിലെ താമസക്കാരായ കണ്ണമ്പുഴ പ്രിയ, തച്ചാമറ്റത്തിൽ ആൻസി എന്നിവരാണ് സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയാതെ മാറി താമസിക്കുന്നത്. ഇവരുടെ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന പുത്തൂർ പഞ്ചായത്ത് പരിധിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ 3 മരങ്ങളാണ് 2 കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്. ഉണങ്ങിയ തേക്കും തെങ്ങും മരുതുമരവുമാണ് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലുള്ളത്. മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി വീട്ടുകാർ അധികൃതർക്ക് മുൻപിൽ പരാതിയുമായി പോകാൻ തുടങ്ങിയിട്ട് 1 വർഷം പിന്നിട്ടു. അപ്പോൾ ഈ വീട് പണിയുന്നതിന് മുന്നേ തൊട്ട് ഞാൻ അപേക്ഷ വയ്ക്കാൻ ഞാൻ ആ ചേച്ചിയും കൂടി പോയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു രീതിയിൽ ഒരു നടപടി എടുക്കുകയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അവസാനം ഞങ്ങൾ രക്ഷയില്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ വരെ പോയി. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. എവിടെ ചെന്നാലും ഞങ്ങളോട് മുറിക്കാം ചെയ്യാം എന്നല്ലാണ്ട് ഒരു കാര്യം അവർ പറയണില്ല. ഒരു ജീവൻ ഒരു വില അവർ തരാത്ത രീതിയിലാണ് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നത്. പുത്തൂർ പഞ്ചായത്തേക്ക് വിളിച്ചു നോക്കി, എന്നിട്ടും അവരൊരു രീതിയിലും നമ്മുടെ അടുത്ത് മുറിക്കാം വന്ന് നോക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഒരു രീതിയിൽ അവർ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പുത്തൂർ പഞ്ചായത്തിൽ നൽകിയ പരാതിയിൽ അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും പഞ്ചായത്ത് രാജ് ആക്ട് 238A പ്രകാരം മരങ്ങൾ മുറിച്ചു നീക്കാൻ സ്വകാര്യ വ്യക്തിക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ മാസം തൃശൂർ സബ് കളക്ടർക്ക് ഇവർ പരാതി നൽകി. എത്രയും വേഗം മരങ്ങൾ മുറിച്ചു നീക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ പുത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കാറ്റ് വീശുമ്പോൾ വീടിന് മുകളിലേക്ക് മരങ്ങൾ പതിക്കുമെന്ന ഭീതിയിൽ 2 കുടുംബങ്ങളും ഇപ്പോൾ മാറി താമസിക്കുകയാണ്. അധികൃതർ കൈയൊഴിഞ്ഞതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ വീട്ടുകാർ. TCV ന്യൂസ്, പുതുക്കാട്. കേരള കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും സംയുക്തമായി നെൽകർഷകർക്കായുള്ള മേഖലാ സെമിനാർ സംഘടിപ്പിച്ചു. കോൾ കർഷക സംഘം പ്രതിനിധികളായ രാജേന്ദ്ര ബാബു, NK സുബ്രഹ്മണ്യൻ, ADA ക്വാളിറ്റി കൺട്രോളർ ഡോക്ടർ വിവൽസി, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ VG സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം പ്രൊഫസർ ഡോക്ടർ A ലത, വെള്ളാനിക്കര കാർഷിക കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബെറിൻ പത്രോസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ കുന്നംകുളം യൂണിറ്റിൽ അവകാശ ദിനാചരണം നടത്തി. CITU ജോയിന്റ് സെക്രട്ടറി PM സുരേഷ് അവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ട്രഷറർ CR വർഗീസ് അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ കമ്മിറ്റി അംഗം ഷറഫുദ്ദീൻ, യൂണിറ്റ് സെക്രട്ടറി MK സുനിൽ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അംബിക ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. ചെമ്പുച്ചിറ ഗവൺമെന്റ് സ്കൂളിലെ 2ാം ഘട്ടം കെട്ടിട നിർമ്മാണത്തിനായി പ്രത്യേക അനുമതി ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. 2018-19 വർഷത്തിലെ പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 81 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണം 2ാം ഘട്ടത്തിനായി അനുവദിച്ചുവെങ്കിലും കിഫ്ബി പ്രവർത്തികൾ പൂർത്തീകരിച്ചതിനു ശേഷം നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന കൈറ്റ് തുടർ നിർമ്മാണം ചെയ്യാൻ കഴിയില്ല എന്ന് കിഫ്ബിയെ അറിയിക്കുകയും കിഫ്ബി തുക സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കുകയുമായിരുന്നു. ഈ തുക ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുടർന്ന് അനുവദിച്ച് ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ അനുമതി തേടി KK രാമചന്ദ്രൻ MLA ധനമന്ത്രി KN ബാലഗോപാലിന് കത്ത് നൽകിയിരുന്നു. ഇത് പരിഗണിച്ചാണ് ധനകാര്യ വകുപ്പ് നിർമ്മാണത്തിനായി പ്രത്യേക അനുമതി നൽകിയതെന്ന് MLA അറിയിച്ചു.
മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കരുണം കൂട്ടായ്മ ജനഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ജോൺ ജോബി 1ാം സ്ഥാനവും ചെമ്പുക്കാവ് ഹോളി ഫാമിലി HSSലെ പി ദേവിനന്ദന 2ാം സ്ഥാനവും മുക്കാട്ടുകര സെന്റ് ജോർജസ് CLP സ്കൂളിലെ ഹെമൻലിയോൺ ബി ഷാനിൽ 3ാം സ്ഥാനവും ചെമ്പുക്കാവ് ഹോളി ഫാമിലി HSSലെ ജാസ്മിൻ എജയും VD ധന്യയും പ്രോത്സാഹന സമ്മാനങ്ങളും കരസ്ഥമാക്കി. കരണം കൂട്ടായ്മ ചെയർമാൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി, കൺവീനർ ശശി നെട്ടിശ്ശേരി എന്നിവർ അറിയിച്ചു. TCV മാറ്റുലി അവതാരകൻ ജോബിയുടെ മകനാണ് ജോൺ ജോബി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും അരി വിതരണവും നടത്തി. പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ടാക്സി പാർക്കിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ DCC പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബി രാജീവ് അധ്യക്ഷനായി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറിമാരായ CI ET മാത്യു, ബിജോയ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ആലുവ ജനസേവാ കേന്ദ്രത്തിൽ നിന്നും കാണാതായ 3 പേരെ ദേശീയപാതയിൽ കൊരട്ടിയിൽ വെച്ച് ബസ്സിൽ നിന്ന് പോലീസ് കണ്ടെത്തി. തൃശൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്കാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. ആലുവ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം കൊരട്ടി പോലീസ് ബസ് തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് 3 കണ്ടെത്തിയത്. തുടർന്ന് 3 ആലുവ പോലീസിന് കൈമാറി. 15, 16, 18 വയസ്സ് പ്രായമുള്ളവരാണ് വ്യാഴാഴ്ച രാവിലെ ജനസേവാ കേന്ദ്രത്തിൽ നിന്നും കടന്നുകളഞ്ഞത്. പ്രസിദ്ധ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ MS വല്യത്താൻ വിടവാങ്ങുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു ഹൃദയമുണ്ട്. വെള്ളറക്കാട് കോട്ടുമ്മൽ വീട്ടിൽ KD മുരളീധരനാണ് ആ വ്യക്തി. തനിക്ക് ജീവൻ തിരിച്ചു നൽകിയതിന് നന്ദി അറിയിക്കാൻ എല്ലാ വർഷവും ഡിസംബർ 6 പുലർച്ചെ വിളിക്കുമ്പോൾ മറുതലയ്ക്കൽ പ്രിയ ഡോക്ടർ ഉണ്ടാകില്ലെന്ന ദുഃഖത്തിലാണ് മുരളീധരൻ. ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ MS വല്യത്താന്റെ മെഡിക്കൽ രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വെള്ളറക്കാട് കോട്ടുമ്മൽ വീട്ടിൽ KD മുരളീധരനെ മാറ്റി നിർത്താൻ കഴിയില്ല. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഹൃദയ വാൽവ് ഘടിപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ് മുരളീധരൻ. വാൽവ് വികസിപ്പിച്ചതും ശസ്ത്രക്രിയ നടത്തിയതും ഡോക്ടർ MS വല്യത്താനും. 1990 ഡിസംബർ 6 ആ ശസ്ത്രക്രിയ. ഹൃദയ ശസ്ത്രക്രിയകളെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്ത കാലം. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിരുന്ന വാൽവായിരുന്നു ഹൃദയത്തിൽ ഘടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം ശ്രീചിത്രയിൽ വികസിപ്പിച്ച വാൽവ് ഘടിപ്പിക്കൽ ആദ്യ പരീക്ഷണമായതിനാൽ തന്നെ ഭയം കൊണ്ട് രോഗികളും ബന്ധുക്കളും തയ്യാറായിരുന്നില്ല. ആ സമയത്താണ് 38 വയസ്സുള്ള മുരളീധരൻ വാൽവ് ഘടിപ്പിക്കാൻ സധൈര്യം സന്നദ്ധത അറിയിച്ചത്. ശ്രീചിത്രയുടെ സ്ഥാപക ഡയറക്ടറായ ഡോക്ടർ MS വല്യത്താന്റെ നീണ്ട നാളത്തെ ഗവേഷണത്തിനും പ്രയത്നത്തിനുമൊടുവിൽ വികസിപ്പിച്ചെടുത്ത ഹൃദയ വാൽവ് അങ്ങനെ മുരളീധരന്റെ ഹൃദയത്തിൽ തുന്നിച്ചേർത്തു. മുരളീധരന് പിന്നാലെ നിരവധി പേർക്ക് ശ്രീചിത്രയിലെ വാൽവ് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും തന്റെ ആദ്യത്തെ മാനസപുത്രനാണ് മുരളീധരന്റെ ഹൃദയത്തിലുള്ളതെന്ന് ഡോക്ടർ MS വല്യത്താൻ എന്നും അഭിപ്രായപ്പെട്ടിരുന്നു. മരണം വരെ മുരളീധരന്റെ ആരോഗ്യ വിവരങ്ങൾ ഡോക്ടർ തിരക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഒരു ഡോക്ടർ പിന്നെ രോഗിയും തമ്മിലുള്ള ബന്ധമല്ല ഞങ്ങൾ ഉണ്ടായിരുന്നത്. സാറ് എപ്പോഴും പറയാറുള്ളത് സാറിന്റെ മാനസപുത്രനത്ര എന്റെ ഹാർട്ടിന്റെ ഉള്ളിലിരിക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു സാറ്. ഇതൊന്ന് ശരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സാറിന്റെ ഒരു വാശിയപ്പോ. എന്നിട്ടാണ് ഈ ഇപ്പൊ പുതിയ ഡയഫ്രം ഉണ്ടാക്കിയത് സാർ. എന്നിട്ട് അതാണ് ഇപ്പൊ വാൾവരി വെച്ചിരിക്കുന്നത്. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ 2 വർഷത്തിനുള്ളിൽ 250ഓളം വാൽവ് മാറ്റ ശസ്ത്രക്രിയകൾ നടന്നു. ലോകപ്രസിദ്ധ മെഡിക്കൽ ജേണലുകളിൽ വാൽവിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ വന്നു. തുടർന്നാണ് വാൽവിന് വിശ്വാസ്യത കൈവരുന്നത്. ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം ഹൃദയങ്ങളിൽ ശ്രീചിത്രയിലെ വാൽവ് സ്പന്ദിക്കുന്നു. തനിക്ക് പുതുജീവൻ നൽകിയ പ്രിയപ്പെട്ട ഡോക്ടറുടെ വേർപാട് മുരളീധരന് വിശ്വസിക്കാനായിട്ടില്ല. ഡോക്ടറെ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും മണിപ്പാലിലായതിനാൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്നിരുന്നാലും ഹൃദയത്തുടിപ്പിൽ എപ്പോഴും പ്രിയ ഡോക്ടർ ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് മുരളീധരൻ. TCV എരുമപ്പെട്ടി. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ പെരിങ്ങോട്ടുകര കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് പുതപ്പുകൾ സമ്മാനിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു.
കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, നിസാർ കുമ്മങ്കണ്ടത്ത്, ഹരിദാസ് ചെമ്മാപ്പിള്ളി എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. DCC ജനറൽ സെക്രട്ടറി അയ്യൂബ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് അധ്യക്ഷത വഹിച്ചു. 150 നിർധന കുടുംബങ്ങൾക്ക് അരി വിതരണം നടത്തി. VK മോഹനൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ, രഘു നല്ലയിൽ, E രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. KC പുരുഷോത്തമനെ CPM തളിക്കുളം ലോക്കൽ കമ്മിറ്റി അനുസ്മരിച്ചു. തളിക്കുളം SN മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം CPM ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KR സീത അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത, PK മോഹനൻ, EP ശശികുമാർ, KK സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ കരുവാൻ വളവിലെ 113 നമ്പർ അങ്കണവാടിക്ക് സമീപം വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് അങ്കണവാടിയുടെ പ്രവർത്തനം താൽക്കാലികമായി മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാർ എന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു സേവന പ്രവർത്തനം. കൂട്ടായ്മ പ്രസിഡന്റ് സുഭാഷ് അരിമ്പൂർ, സെക്രട്ടറി KP മനു, ട്രഷറർ KU ഉമേഷ് എന്നിവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ നട്ടെല്ലിന് ട്യൂമർ ബാധിച്ച വിദ്യാർത്ഥിക്ക് കാരുണ്യസ്പർശവുമായി അധ്യാപകർ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ സമാഹരിച്ച ധനസഹായം KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് കുട്ടി പഠിക്കുന്ന തേശ്ശേരി AUP സ്കൂളിലെ പ്രധാന അധ്യാപിക KI ബിലിജിന് കൈമാറി. ഉപജില്ലാ പ്രസിഡന്റ് PU രാഹുൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷനായി. പ്രവാസി OICC ഗ്ലോബൽ സെക്രട്ടറി KH താഹിർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6825 രൂപ, പവന് 54,600 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3576 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ പെരുമഴ തുടരും. 17 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് മദ്രസ കെട്ടിടം തകർന്നു വീണു. വേലൂരിൽ കിണറിടിഞ്ഞു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. മനക്കൊടി പുള്ള് കോടഞ്ഞൂർ റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. ജില്ലയിലെ തീരദേശ മേഖല ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. എടക്കഴിയൂരിൽ 20ഓളം വീടുകളിൽ വെള്ളം കയറി. കാട്ടൂർ, ചെമ്മൻപാൽ, മുനയം, ഇട്ടിക്കുന്ന് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. മഴ കനത്തതോടെ മറ്റത്തൂരിലെ വാഴ കർഷകർ ദുരിതത്തിൽ. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത നേന്ത്രവാഴകൾ വെള്ളത്തിൽ. വാൽപ്പാറയിൽ കാട്ടാനക്കൂട്ടം പലചരക്ക് കടയും കാറും തകർത്തു. കടയുടെ മുൻഭാഗം പൊളിച്ചിട്ട കാട്ടാനകൾ അരിയും പഞ്ചസാരയും തിന്നു തീർത്തു. ഗുരുവായൂർ കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വൈദ്യുതിയില്ലാതെ രജിസ്ട്രേഷൻ തടസ്സപ്പെടുന്നത് പതിവാകുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ അനാസ്ഥയിൽ നട്ടം തിരിഞ്ഞ പൊതുജനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.